ക്ഷേത്രമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബുദാബി ക്ഷേത്രം വരികയാണ്. ഫെബ്രുവരി അടുത്ത മാസം 14-ാം തീയതി ക്ഷേത്രം യുഎയുടെ തലസ്ഥാനമായ അബുദാബിയിൽ അക്ഷർധാം ക്ഷേത്രം ഒരുങ്ങുന്ന ഒരു അടുത്ത മാസം 14-ന് മൂർത്തി പ്രതിഷ്ഠ നടക്കുകയും ചെയ്യും. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ UAE സന്ദർശനത്തിന് അന്നാണ് അബുദാബിയുടെ അന്നത്തെ കിരീടാവകാശി ഇപ്പോഴത്തെ UAE പ്രസിഡന്റായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ക്ഷേത്രം പണിയുന്നതിനായി സ്ഥലം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ഷേത്രം വരുമ്പോൾ ഇത്രയും അധികം ഇന്ത്യക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ് UAE. ആ ഒരു ക്രെഡിറ്റ് കൂടി സ്വാഭാവികമായിട്ട് ആ ഒരു മൈലേജ് കൂടി BJPക്ക് അവകാശപ്പെടാൻ കഴിയുകയില്ലേ? അപർണ, നമ്മൾ മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച ഇത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള ഇന്ത്യയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസികളായ ആളുകൾക്ക് ആ മതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി എന്ന തരത്തിലേക്ക് ഇതിനെ എങ്ങനെയാണോ ഇതുവരെ പ്രധാനമന്ത്രി മാത്രമായിരുന്ന രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്ന മോദിയെ ആ തരത്തിലേക്ക് മാറുന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഇതും. ഫെബ്രുവരി 14-ാം തീയതി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അബുദാബിയിലെ ഈ ക്ഷേത്രം ഇത് 55,000 അടി വിസ്തൃതിയിലുള്ള 27 ഏക്കർ സ്ഥലമാണ് അന്ന് നൽകിയത്. പ്രത്യേകിച്ച് ഓർക്കണം, ഇന്ദിരാഗാന്ധിക്ക് ശേഷം 34 വർഷത്തോളം ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രിമാരും UAE സന്ദർശിച്ചിരുന്നില്ല. UAEയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ലോകത്തെ ഒന്നാമത്തെ രാജ്യം UAE ആണ്. UN-ന്റെ കണക്കനുസരിച്ച്, ഇതെല്ലാം കൃത്യമായ കണക്കുകൾ UN-ന്റെ കണക്കാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത്. ആ കണക്കനുസരിച്ച് 35 ലക്ഷം ആളുകളാണ് UAEയിലുള്ളത്. 27 ലക്ഷം പേർ അമേരിക്കയിലും 25 ലക്ഷം പേർ സൗദി അറേബ്യയിലുമാണ്. മറ്റ് ജനസംഖ്യയിൽ ഇന്ത്യക്കാർ 35 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയിലെ ഒരു ഹൈന്ദവ ക്ഷേത്രം അവിടെ നിർമ്മിക്കുന്നു. അത് ഈ ലക്ഷ്മി നാരായണൻ ഗ്രൂപ്പാണ്, ബാബ്സ് എന്ന് പറയുന്ന ലക്ഷ്മി നാരായണൻ ഗ്രൂപ്പാണ് ആ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഭോജൻ വാസി അക്ഷര പുരുഷോത്തം സ്വാമിനാരായണൻ സംസ്ഥ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അത് ഗുജറാത്തിലെ അക്ഷർധാം ക്ഷേത്രം, നേരത്തെ അതോടൊപ്പം ഡൽഹിയിലെയും അക്ഷർധാം ക്ഷേത്രം, ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട 2 തീർത്ഥാടന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രവും ഒപ്പം തന്നെ ഒരു ടൂറിസ്റ്റുകളെ കൂടി ആകർഷിക്കുന്ന 2 പ്രധാന കേന്ദ്രങ്ങളാണ്. ആരാധനാലയം എന്നതിനപ്പുറത്തേക്ക് വിശ്വാസികളല്ലാത്തവരടക്കം സന്ദർശിക്കുന്ന വലിയ നിർമ്മിതികളാണ് ഡൽഹിയിലായാലും നിർമ്മിച്ചിരിക്കുന്നത്, അക്ഷർധാം ഗുജറാത്തിലായാലും നിർമ്മിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ അക്ഷർധാമുമായി ബന്ധപ്പെട്ട ഭീകരവാദി ആക്രമണവും അതിനെതിരെ മോദി സ്വീകരിച്ച നിലപാടുകളും ഒക്കെയാണ് ആ കാലത്ത് മോദിയെ ഒരു വലിയ ശക്തിയിലേക്കൊക്കെ ഉയരാൻ സഹായിച്ച ഘടകങ്ങളിൽ ഒന്നായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലക്ഷ്മി നാരായണൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുമായി വളരെ ആത്മീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ അമേരിക്കയിലടക്കം വിവിധ രാജ്യങ്ങളിൽ അവർക്ക് സെൻറ്ററുകളും ക്ഷേത്രങ്ങളും ഒക്കെയുള്ള ഗ്രൂപ്പാണ്. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെയായ ഗ്രൂപ്പാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ക്ഷേത്രം UAEയിൽ വരുന്നത്, പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത്, ഒരു മുസ്ലിം രാജ്യത്ത്, ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഹൈന്ദവ ക്ഷേത്രം വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇതൊരു ലോക സമസ്ത സുഗുണ ഭവന്തു എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം, ലോകത്തിൻ്റെ ആകെ സമാധാനത്തിന് വേണ്ടിയുള്ള ക്ഷേത്രമായി അവതരിപ്പിക്കപ്പെടുന്നു. ലോകവേദിയിലടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഹൈന്ദവ മതത്തിൻ്റെ ഒരു ആചാര്യൻ എന്നതിൽ ഇതുകൂടി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ശ്രമം, അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ അവിടെയും ഫെബ്രുവരി 14 ചടങ്ങ് തന്നെ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ചടങ്ങാക്കി മാറ്റാനൊക്കെ സാധ്യതയുണ്ട്. അത്തരത്തിലേക്ക് വളരെ കൃത്യമായി മാറ്റാൻ എന്തായാലും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ തുടക്കം മുതൽ പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം മുന്നിൽ വെക്കുന്ന ഒരു വലിയ ചെക്ക് കൂടിയാണ് ഇതെല്ലാം. അതുകൊണ്ട്